ഈ നാടാകെ ഈ നാട് മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞടാ. എന്ത് നിനക്ക് ഓസ്കാർ കിട്ടിയത്? എന്റെ പൊന്നച്ച, വാസുവിനെ പേടിച്ച് ഓടുന്ന വഴിക്ക് ഓസിനൊരു കാറ് കിട്ടി. അതിൽ കയറിയാ ഞാൻ ഇവിടെ വന്നത്. അതാണ് ഓസ്കാർ. അതാണല്ലേ ഓസ്കാർ. നീ ഇങ്ങ് വന്നേ. എന്താണ് അച്ഛാ? ഇറക്കടാ പട്ടി പുറത്ത്. മാധവി, മാധവി, മൂധാവി, നിങ്ങൾ എന്നെ വിളിച്ചോ? വിളിച്ചടി, പലതവണ വിളിച്ചു. ഇനിയും നീ വിളി കേട്ടില്ല എങ്കിൽ ഞാൻ നല്ല രണ്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മുളന്തടിയേ. മുളന്തടിയോ? മുളന്തടിയല്ല, മോളന്തിയെന്ന്. ആ മാധവി, മോൾക്ക് പ്രായമായി. ഞാൻ നമ്മുടെ മോള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അല്ല, വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭയങ്കര ആസ്പിറ്റോസ് ആയിപ്പോയി. കേട്ടാ, മണി 10 എന്നിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുക മൂധേവി. ഇവൾക്ക് ജന്മം കൊടുത്ത സമയത്ത് വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. മാധവി, അർദ്ധരാത്രി 12 മണിക്ക് ആരും വാഴ വയ്ക്കാറില്ല. നിങ്ങൾക്ക് മകളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മാധവി. ഇത്രയും ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കൂടെ? എന്താ മോനെ? എന്നെ രക്ഷിക്കച്ചാ. എന്താ മോനെ? രക്ഷിക്ക്. ആ പലിശക്കാരൻ മെഴുകുതിരി വാസു വീണ്ടും എന്നെ കൊല്ലാൻ വരുന്നച്ചാ. എന്ത് മോനെ? പഴയതുപോലെ നീ ഇങ്ങോട്ട് കയറിക്കോ. എന്റെ പട്ടി കയറും. അവനെ വിഷമിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാർക്ക് പറഞ്ഞു കൊടുക്കും മനുഷ്യ. ആ എങ്കിൽ മോനെ, തൽക്കാലം 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 നീ ഇവിടെ ഇരിക്കേ. എവിടാ നിന്റെ മോൻ? സത്യം പറയുന്നതാണ് നല്ലത്. വാസു, എന്റെ മകൻ ഇവിടെ ഇല്ല. നിന്റെ കണ്ണിൽ എന്ത് കുരുവാ? നിന്റെ മുമ്പേലടാ മൂടി പതച്ചിരിക്കണത് അവൻ. എന്നിട്ട് നീ കണ്ടിട്ട് വാടാ വാടാ, ചേരട്ടമ്മ കടിക്കാൻ വാ. ശരിയച്ചാ, പോയിട്ട് വരാം. പക്ഷേ ഒരു കണ്ടീഷൻ, ഈ നാടകം കഴിയുമ്പോൾ എന്റെ വാങ്ങിയ 50,000 രൂപയും പലിശ എനിക്ക് കിട്ടണം. വാസു, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ, മോളെ എന്ത് പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ? ചെറുക്കനെ കുറിച്ച് അറിയാമല്ലോ. ചെറുക്കൻ SP യാ. ഓ, SP ബാലസുബ്രഹ്മണ്യം. അതല്ല മനുഷ്യ, സ്ഥലം പോലീസ് സൂപ്രണ്ടാ. ആ പിന്നെ ചെറുക്കനൊരു കാര്യമുണ്ട്. അവൻ എന്ത് ചോദിച്ചാലും പോലീസ് സ്റ്റൈലിലെ ചോദിക്കുള്ളൂ എന്നാണ് ബ്രോക്കർ പറഞ്ഞത്. അയ്യോ, നീ പറഞ്ഞ നാക്കെടുത്ത് അണ്ണാക്കിലോട്ട് ഇട്ടില്ലേ? ചെറുക്കൻ എത്തി. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുമെന്നേ. ആ മോളെ, അവരെത്തി. ഞാൻ ആരാണെന്ന് പറയാമോ? അല്ല, എന്നാ പിന്നെ ശിവ ബസിലെ കിളിയണ്ണൻ. അതുമല്ല. പിന്നെ ആരാ? നീ നോക്കിയേ, നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെത്തുകാരൻ സുകുമാരന്റെ മകൻ ആൽബർട്ട് ഡേവിഡ് ഡിസൂസ ഫെർണാണ്ടസ്. എന്താണ് നിന്റെ ജോലിഫിക്കേഷൻ? എത്ര വരെ പഠിച്ചു? അച്ഛൻ സഹായിച്ചത് കൊണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റില്ല. അച്ഛൻ എന്ത് സഹായിച്ചു? 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അച്ഛൻ എന്റെ പഠിത്തം അങ്ങ് നിർത്തി. എന്നിട്ട് 64 കണക്ക് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നു. എന്നിട്ട് എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB എടുത്ത് ഞാൻ പുറത്തു ചാടി. എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റിയത് നീയല്ലേ? നീ എന്നെ ചീത്ത വിളിച്ചല്ലേ? എടി, സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു അതാടി ഞാൻ. കല്യാണം വേറെ, കാര്യം വേറെ. എടി, വിജയവാടയിൽ ജോലി ചെയ്തതാടി ഞാൻ. ചുമ്മാതല്ലേ വന്നപ്പോ ഒരു വാട. സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു നേരത്തെ എന്തോ എന്നെ വിളിച്ചത്? സൂപ്രണ്ടോ പോലീസ്? അതെ, അതാടി ഞാൻ. വാടി എവിടെ? പിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. കോൺസ്റ്റബിൾ ആരാടത്? എന്താ മോളെ ഇവിടെ? എന്താ ഒരു ബഹളം? എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? എന്താ കാര്യം? നിങ്ങളുടെ മകൻ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അവൾ എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റിയവളാണ്. LLB എന്ന് പറഞ്ഞാൽ
വേണ്ട മോളെ, നീ ഇത്രയും LLB എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുമ്പോ ഞങ്ങൾ ഇവിടെ പട്ടിണിയായിരുന്നു മോളെ. വേണ്ട മോളെ, ഈ ഇത്രയും LLB ഒറ്റയ്ക്ക് ഇരുന്നു ഒരു കഷ്ണം എല്ലി ഞങ്ങൾക്ക് തരാമായിരുന്നു. എന്റെ അച്ഛാ, LLB എന്ന് പറയുന്നത് തിന്നുന്ന സാധനമല്ല. അല്ലേ പിന്നെ? അച്ഛൻ എന്നെ പഠിക്ക കോളേജിൽ മേടിക്കാൻ വിട്ടപ്പോൾ, പഠിക്ക കോളേജ് മേടിക്കാൻ പറ്റില്ല. അല്ല, മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു സാധനമാ ഈ LLB. നിർത്തടി, നീ ആദ്യം എന്നോട് പറഞ്ഞു നീ അതവിടെ നിന്ന് എടുത്തതാണ്. രണ്ടാമത് നിന്റെ അച്ഛനോട് നീ പറഞ്ഞു നിനക്കത് കിട്ടിയതാണ്. ഇനി നീ നാട്ടുകാരോട് പറയും നീ അത് കണ്ടിട്ട് പോലില്ലെന്ന് പറയും. നീ ആരൊക്കെ എതിർത്താലും ഏതൊക്കെ അയൽക്കൂട്ടക്കാരൻ നിന്നെ സഹായിക്കാൻ വന്നാലും ഈ എന്റെ പൊന്നു ദൈവമേ, ഈ പോലീസ് നിന്നെ വെറുതെ വിടുത്തില്ലടി. വാടിയവിടെ അയ്യോ അയ്യോ അച്ഛാ, ഇവിടെ വരെ. അച്ഛാ, രക്ഷിക്കൂ അച്ഛാ. ഇവിടെ വരെ. അച്ഛാ. ആരും അനങ്ങി പോകരുത്. ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരും പറയട്ടെ. ശ്രദ്ധിച്ചു കേട്ടോളണം, എനിക്ക് പലിശ വേണ്ട. എന്താ പറഞ്ഞത്? പലിശ വേണ്ടെന്ന്. കണ്ടോ കണ്ടോ മാധവി, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് വാസുവിന് പലിശ വേണ്ടെന്ന്. എല്ലാവരും പറ, പലിശ വേണ്ടെന്ന്. വാസുണ്ണന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. അല്ല വാസു, അപ്പൊ മുതലോ? മുതലല്ലേ ഈ നിൽക്കുന്നത്. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വാസു, അന്തസ്സും അഭിമാനവുമുള്ള കുടുംബമായത്. തള്ളെ കൂടെ കൊണ്ടുപോടേ.